നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് ഇന്നലെ റീഡിങ് ചെയ്യാൻ പറ്റിയില്ല, സോ അതുകൊണ്ടാണ് ഷോർട്സ് മാത്രമായിട്ട് ഇട്ടത്. ഓക്കെ ഓക്കെ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഒന്ന്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഇത് തേർഡ് പാർട്ടി റീഡിംഗ് ആണെന്ന്. ഓക്കെ, നിങ്ങൾ തേർഡ് പാർട്ടി ഉണ്ട് എന്ന കൺഫർമേഷൻ ഉള്ളവർ മാത്രം കാണാം, ഡൗട്ട് ആണെങ്കിൽ നോക്കണ്ട. ഓക്കെ, ശരിക്കും അവർ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ട്, അവർ മാരീഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി എതിർക്കുന്നുണ്ട് നിങ്ങളുടെ, അങ്ങനെയാവാം, അത് വേണ്ടാന്ന് പറയുന്നില്ല, അങ്ങനത്തെ ആവാം. അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്സ് ഉണ്ട് നിങ്ങളല്ലാതെ എന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഫാമിലി തടസ്സമുള്ളത് നോക്കാം, കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക്. ഓക്കെ, അല്ലാത്തവർ ഡൗട്ട് ഉള്ളവർ പ്ലീസ് ഇത് കാണാൻ നിൽക്കരുത്. വെറുതെ കണ്ടിട്ട് നിങ്ങൾ ആ എനർജി ക്രിയേറ്റ് ചെയ്യേണ്ട. ഓക്കെ, തേർഡ് പാർട്ടി എനർജി നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടീസ് ക്രിയേറ്റ് ആവും എന്നും പറയും. സോ വെറുതെ മനസ്സിലൊരു ഡൗട്ട് ആണെങ്കിൽ വിട്ട് കളഞ്ഞേക്കും. ഓക്കെ, നോക്കണ്ട. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടാണോ തേർഡ് പാർട്ടിയോടാണോ സ്നേഹം എന്ന രീതിയിൽ നോക്കാം. ഓക്കെ, ഒരു ഡെക്കേ യൂസ് ചെയ്യുന്നുള്ളൂ, 2 ഡെക്ക് എടുക്കുന്നില്ല. നിങ്ങളോടാണോ അറ്റാച്ച്മെന്റ്, അതോ തേർഡ് പാർട്ടിയോടാണോ? തേർഡ് പാർട്ടി അതിപ്പോൾ ഫാമിലിയും ആവാം ചിലവർക്ക്. ജോലി കരിയർ എന്ന് ഞാൻ പറയുന്നില്ല, നോക്കാം. ജസ്റ്റ് ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യാം. ആദ്യം തേർഡ് പാർട്ടി ആരായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. എന്നിട്ട് ജസ്റ്റ് എൻ്റെ മൈൻഡിൽ ഒന്നാണ്, തേർഡ് പാർട്ടിയോടാണോ നിങ്ങളോടാണോ സ്നേഹം എന്ന രീതിക്കാണ്, ആരോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് എന്ന രീതിക്കാണ്. എന്നാലും നമുക്ക് എടുത്തേക്കാം. ഓക്കെ, കോമ്പറ്റീഷൻ കാണുന്നുണ്ട് ആദ്യം തന്നെ. തേർഡ് പാർട്ടി യൂണിവേഴ്സ് ശരിക്കും ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട്, തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, ഓക്കെ, തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ഉണ്ട്. അത് ഫാമിലി എന്ന രീതിക്കല്ല ഇവിടെ ഇന്നത്തെ ഐ തിങ്ക് റീഡിങ്ങിലെ എനർജി കൂടുതൽ ഞാൻ പിക്ക് ചെയ്യുന്നത്. ഇവിടെ എനർജി പിക്ക് ചെയ്യുന്നത് ഇന്നത്തെ ഫാമിലി എന്ന രീതിയിലല്ല. ഓക്കെ, ഓൾറെഡി മാരീഡ് സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ സോറി, ഓൾറെഡി മാരീഡ് അല്ലെങ്കിൽ മാരേജ് ആവാൻ കമ്മിറ്റഡ് ആയി എന്ന് പറയാം. ഓക്കെ, ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ലൈക്ക് കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ ആവാം. അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ജോലി കരിയർ ഒക്കെ ഒന്നുമില്ല. ഓക്കെ, ഫാമിലി അല്ല ഇവിടെ. ഓക്കെ, ഫാമിലി അല്ല ഇത്. ഡെഫിനറ്റ്ലി ഒരു മാരേജ്, അല്ലെങ്കിൽ അവർ കമ്മിറ്റഡ്. ഓക്കെ, അല്ലെങ്കിൽ അവർ വേറെ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയിട്ട്, പക്ഷെ കമ്മിറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ പ്രിൻസസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് കാര്യമാണ് പറയുക. അതായത് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്, ഒരു മാരേജ് ഓഫർ, മാരേജ് പ്രപ്പോസൽ എന്ന രീതിക്കൊക്കെ എടുക്കാം. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു 2 എനർജി ലേഡീസ്, ജെൻസ്, സോറി വാച്ചിങ്, നിങ്ങൾ ആരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിയെടുക്കാൻ ഞാൻ എല്ലാ തവണയും പറയേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂസ് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയാണ് പറയാമെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ 2 ലേഡി എനർജീസ് ആണ്, എന്ന് വെച്ചാൽ 2 പേഴ്സൺ ഉണ്ട് ലൈഫിൽ എന്ന രീതിയിൽ. ഒരാളോട് ഫീലിങ്സ് ആണ്, ഒരാളോട് കമ്മിറ്റഡ് ആണ് എന്ന രീതിയിൽ. സോ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ ഒരു മാരേജിന്റെ കാർഡും ഉണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ അവർ ഓൾറെഡി മാരീഡ്, അല്ലെങ്കിൽ അവർ മാരേജ് ആവാൻ പോകുന്നു എന്ന രീതിക്ക് പറയാം. കോമ്പറ്റീഷൻ ഉണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി. ഓക്കെ, തേർഡ് പാർട്ടി ആണ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് ആണ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ തടസ്സമുണ്ട്, ഒരു ഹിഡൻ കാര്യമുണ്ട്, ഒരു വേറെ തേർഡ് പാർട്ടി എനർജി ആണിത്. ഓക്കെ, സോ കോമ്പറ്റീഷൻ ഉണ്ട് എന്നും കൂടി പറയും നമ്മളിത്. ഓക്കെ, ആര് ജയിക്കും എന്ന രീതിയിൽ. ഓക്കെ, നമുക്ക് നോക്കാം ഇനി ഒരു ഫീലിങ്സ്, ആരോടാണ് കൂടുതൽ ഫീലിങ്സ് എന്ന് നോക്കാം. തേർഡ് പാർട്ടിയോടാണോ? നിങ്ങൾ ഫാമിലി എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാം, കുഴപ്പമില്ല. മേ ബി നിങ്ങൾക്ക് റെസനേറ്റ് ആവുമായിരിക്കും ചില കാര്യങ്ങൾ. ഫാമിലി തടസ്സമാണെങ്കിൽ, പാരൻസ് ആരെങ്കിലും തടസ്സം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാം. പക്ഷെ കൂടുതലും ഇവിടെ ഐ തിങ്ക് പിക്ക് ചെയ്ത എനർജി കമ്മിറ്റഡ് റിലേഷൻഷിപ്സ് എന്ന രീതിയിലാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടാണോ ഫീലിങ്സ് കൂടുതൽ, അതോ തേർഡ് പാർട്ടിയോടാണോ? ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ്, 7 of Pentacles, Moon, 3 of Pentacles, കണ്ടോ എനർജി നിങ്ങളുടെ ഭാഗത്തേക്ക് വന്നു. നേരത്തെ എനർജി, യെസ്, ആൻഡ് 6 of Pentacles. ഓക്കെ ഓക്കെ, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, സോറി, ഞാൻ ഇതൊന്ന് കൈ പിടിക്കുന്നുണ്ടേ, ഒരു കാർഡും കൂടെ എടുത്തിട്ട്.
ഡെവിളാണ്, സോറി ഞാൻ പറഞ്ഞില്ലല്ലേ, ഡെവിളാണ്, 2 ഓഫ് കപ്സ് ആണ്, 6 ഓഫ് കപ്സ് ആണ്, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ, ആൻഡ് ഒന്നും കൂടെ എടുത്തേക്കാം, ഒരു നൈറ്റ് ഓഫ് കപ്സ്, സ്ട്രെങ്ത്, ചാരിയറ്റ്. കുറച്ച് ക്ലാരിഫിക്കേഷൻ കൂടെ എനിക്ക് ആവശ്യമുണ്ട്. കാർഡ്സ് ചിലത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ക്ലാരിഫിക്കേഷൻസ് എനിക്ക് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ പറയാം. ശരിക്കും ഇവിടെ ഈക്വൽ ആയിട്ടാണ് വരുന്നത്. എനിക്ക് ലൈക്ക് എനിക്കിവിടെ ഒരു ആരോടാണ് കൂടുതൽ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഓക്കെ, കൂടുതൽ ആരോടാണ് എന്ന രീതിക്ക് എനിക്കൊരു ആൻസർ തരാൻ സാധിക്കില്ല. ഓക്കെ, കാരണം ഇവിടെ ഇത് ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജി, മാരീഡ് എനർജിയാണ്. ഇവിടെ എംപ്രസ് ഉണ്ട്, സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ സോൾമേറ്റ് എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അവർ തമ്മിൽ, അതായത് അവർ ഒന്നിച്ചാവേണ്ട ആൾക്കാരാണ്, അവർ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ അതൊരു മാരീഡ് ആണ്. ആക്ച്വലി മാരേജ് നമ്മുടെ പാർട്ട്ണറിനെയും നമ്മൾ സോൾമേറ്റ് എന്ന രീതിയിൽ വിളിക്കും. പക്ഷേ അതിൽ ഡെവിൾ ഇവിടെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊരു നല്ല കണക്ഷൻ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് സോൾമേറ്റ് ആണ് അവർ, പക്ഷെ അവിടെ കാർമിക്കും ഉണ്ട്. കാർമിക് സോൾമേറ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, എംപ്രസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതൊരു മാരീഡ് സിറ്റുവേഷൻ ആണ്. ആൻഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. ഇതൊരു വിധി, ഇത് ഒരു പാസ്റ്റ് അവർ അതായത് കർമ്മ എന്ന് തന്നെ പറയാം. ഓക്കെ, കാർമിക് ആണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ കാർമിക് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ളതാണ്. അതായത് അവരും, അതായത് നിങ്ങളുടെ പേഴ്സണും അവരുടെ ഇപ്പോൾ പാർട്ട്ണർ, അത് വൈഫ്, ഹസ്ബൻഡ് എന്തു ആവാം, അവർ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ആ പാസ്റ്റിൽ അവർ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ അവരുടെ കർമ്മ ഉണ്ടെങ്കിൽ അത് തീരാനുണ്ട് അവരുടെ. അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു കണക്ഷനാണ് അവർക്ക്. അത് ഉണ്ടായേ തീരൂ എന്നുള്ള പറഞ്ഞ വിധിയാണ്. ഓക്കെ, ഫെയ്റ്റ് ആണ്, നേരത്തെ എഴുതി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇത് ഡെവിളാണ് ഇവിടെ. സോ ഡെവിൾ ആയതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു, ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയണം, ചിലവർക്ക് ഇവിടെ സെക്ഷലി അവർ വളരെയധികം അഡിക്റ്റഡ് ആയിരിക്കും ആ പേഴ്സണിനോട്. ചിലവർക്ക് അങ്ങനെ ഒരു കാര്യം പറയും. ഓക്കെ, ചിലവർക്ക് ആ പേഴ്സൻ്റെ അടുത്ത് നിന്ന് വിട്ട് മാറാൻ പറ്റുന്നില്ല എന്ന് പറയില്ലേ, അവർ പലതരത്തിലും ലൈക്ക് ഒരു ഡാർക്ക് എനർജി ഉണ്ടാവും ചിലപ്പോൾ അവിടെ. ഓക്കെ, ഡാർക്ക് എനർജി ഉണ്ടാവാം, അവർ പിടിച്ചു വെച്ചതായിരിക്കാം. അവർ പിടിച്ചു വെക്കുന്നതാണ് എന്ന് പറയാം നിങ്ങളുടെ പേഴ്സണിനെ. ഓക്കെ, അവർ വിടുന്നില്ല, അതൊരു തരത്തിലൊരു ബ്ലാക്ക് മെയിലിംഗ് ആവാം. ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞാൽ, സോറി, നമ്മൾ പറയില്ല ഇപ്പോൾ ഫാമിലിയാണ് എന്നുള്ള ആ ഒരു പേര് പറഞ്ഞിട്ട് സൊസൈറ്റിയുടെ മുമ്പിൽ കാണിക്കാൻ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയില്ലേ, ആ രീതിക്ക് അവർ ആ റിലേഷൻഷിപ്പ്, അവിടെ എന്തോ ഒരു ബ്ലാക്ക് എനർജി, ഡാർക്ക് എനർജി ഉണ്ട്. കാരണം ഡെവിൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു നല്ല കണക്ഷൻ അല്ല. ഓക്കെ, അവിടെ 6 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, സോറി 6 ഓഫ് കപ്സ് ആണ്. ഓക്കെ, അഗെയിൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു തേർഡ് പാർട്ടി എനർജി കൂടി ഉണ്ട് അവിടെയും. സോ ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിട്ട് പറയാൻ പറ്റില്ല എനിക്ക്, എന്നാലും അവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അത് അവരുടെ ഒരു മാരീഡ് കണക്ഷൻ, മാരേജ് ആണ്, റിലേഷൻഷിപ്പ് ആണ് എന്ന രീതിക്ക് പറയാം. ഇവിടെ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ആക്ച്വലി ഇവിടെ എനിക്ക് അവർക്ക് ഒരു ഗ്രോത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഇമോഷണൽ ആണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ന് പറയാം. ഇവിടെ 3 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുമായിട്ട് ഒന്നിച്ച് അവരൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് എന്ന് പറയില്ലേ, കൊളാബറേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ച് രണ്ടുപേരും കൂടി എഫേർട്ട് ഇട്ട് ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്ന രീതിക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പെയിന്റിങ് വരയ്ക്കുകയാണ്, അല്ലെ, ഒരു പിക്ചർ വരയ്ക്കുകയാണ്, അതും ഭംഗിയുള്ള ഒരു പിക്ചറാണ് വരയ്ക്കുന്നത്. സോ ആ രീതിക്ക് അവർ ആ ഒരു റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇതിൽ ഗ്രോത്ത് സ്ലോ ആണ് നിങ്ങളുടെ റിലേഷൻ, കാരണം അവിടെ ഒരു കമ്മിറ്റ്മെന്റ് കാര്യമാണ്. അതിൽ നിന്ന് വിട്ടുമാറി ഇവിടെ ഒരു ഗ്രോത്ത് അത്ര വേഗം പോസിബിൾ അല്ല. ബട്ട് നിങ്ങളുമായിട്ട് വേണം ഒരു ഫ്യൂച്ചർ എന്ന രീതിക്കുണ്ട് അവർക്ക്. ശരിക്കും ഫീലിങ്സ് തന്നെയാണ് കാണുന്നത്. പ്രിൻസ് ഓഫ് കപ്സ് ആണിത്. സോ ഡെഫിനറ്റ്ലി ഫീലിങ്സിന്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഈ ഭാഗത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ അവർ ഫീലിങ്സ് തേർഡ് പാർട്ടിയോടും ഉണ്ട് അവർക്ക് ഫീലിങ്സ്, നിങ്ങളോടും ഉണ്ട് അവർക്ക് ഫീലിങ്സ് എന്ന രീതിയിൽ പറയാം.
കൺഫ്യൂഷനാണ് അവർക്ക്. ഇതിൽ രണ്ടിൽ ഏത് വേണം എന്നുള്ളൊരു ചോയ്സ് എടുക്കാൻ അവർ ശരിക്കും കൺഫ്യൂഷനാണ്. രണ്ടും കൂടെ അവർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. രണ്ട് റിലേഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ, ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. നിങ്ങളോടുള്ളത് അഗെയിൻ 3 of Wands, നിങ്ങളെ കൂടെ വേണം, റിലേഷൻഷിപ്പ് വേണം, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഫ്യൂച്ചർ മുന്നോട്ട് പോകാൻ എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഗ്രോത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിക്കുന്നുണ്ട്. ലവേഴ്സ് എനർജി ഉണ്ട് ഇവിടെ. സോ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു കണക്ഷൻ, അവർ അത്രത്തോളം സ്നേഹമുള്ള ഒരു കണക്ഷൻ അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, ഫീലിങ്സ് നിങ്ങളോടും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പൊടിക്ക് ആക്ച്വലി കുറവെന്ന് പറയാം. കാരണം ഡെവിൾ കാർഡൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവ് ആണ് ശരിക്കും. ഓക്കെ, അവിടെ പൊസസീവ്നെസ് ഉണ്ടാവാം, ഒബ്സഷൻ ഉണ്ടാവാം, വല്ലാതെ കൺട്രോളിങ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരിക്കാം. ഫീലിങ്സ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അതിലൊരു നല്ല ഒരു ഇതല്ല എന്ന് പറയില്ലേ, നമ്മൾ പറയില്ലേ എത്ര സ്നേഹം ഉണ്ടെങ്കിലും അവിടെ ഒരു നെഗറ്റിവിറ്റി. ഓക്കെ, ഒരു നെഗറ്റിവിറ്റി. എനിക്കത് എന്താണെന്ന് ഒന്നുകൂടി ഞാൻ നോക്കട്ടെ, അതെന്താണ് സംഭവം. തേർഡ് പാർട്ടിയോട് പേഴ്സൻ്റെ എന്തിനാണ് ഡെവിൾ കാർഡ് ഇവിടെ? യെസ്, ഓക്കെ. അവർ സ്റ്റക്കാണ് അതിൽ. അവർ ആ റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് തന്നെയാണ്. അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവരത് നഷ്ടപ്പെടാൻ അവർക്കൊരു വിഷമമുണ്ട്. ഓക്കെ, കാരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല. ഫാമിലിയൊക്കെ ആണെങ്കിൽ കുട്ടികൾ, കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ സ്റ്റക്കാണ്. ബിക്കോസ് ഒന്ന്, നമ്മൾ ലീഗലി, ഇപ്പം നമ്മൾ പറയില്ല ലീഗലി മാരീഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, ന്യായം തെറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കാം. ഞാൻ നേരത്തെയും ഫെയ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വിധിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സോ അവർ ചെയ്ത ഒരു എന്തെങ്കിലും കർമ്മയുടെ ഫലമായിട്ടാണ് ഇത് അനുഭവിക്കേണ്ടതാണ് അവർ. ഇവിടെ ചില കാര്യങ്ങൾ അവർ അനുഭവിക്കാനുണ്ട്. ഡെവിൾ എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് അല്ല, ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങൾ സോൾമേറ്റ് കണ്ടിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അത് സോൾമേറ്റ് ആണെങ്കിലും അത് കാർമിക് സോൾമേറ്റ് എന്ന രീതിക്കാണ് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത്. അവരതിൽ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് ആ റിലേഷൻഷിപ്പിൽ പെട്ട് നിൽക്കാൻ നമുക്ക് എപ്പോഴാണ് തോന്നുക? അതിൽ ഹാപ്പി അല്ലാത്തപ്പോൾ അല്ലേ? അപ്പോഴല്ലേ തോന്നുക. സോൾമേറ്റ് ഒക്കെ ആണ് എന്ന് വെച്ചാൽ അവർ ഫാമിലി ആയിട്ട് ഒരു ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതിൽ സ്റ്റക്ക് ഫീലിംഗ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമുക്കൊരു കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്ന രീതിക്കല്ലേ. അപ്പോൾ ഇത് അവരനുഭവിക്കേണ്ട എന്തോ ഒരു കർമ്മയായിട്ട് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ളതാണ്. റിലേഷൻഷിപ്പ് നിങ്ങളോടുള്ള ഫീലിങ്സ് കാണുന്നുണ്ട്. കൂടുതൽ എന്ന രീതിക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ. കാരണം ഈ ഡെവിൾ എനർജി അവർ റിയലൈസ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അതായത് അവര് കണ്ണ് കെട്ടി വെച്ച പോലെ എന്നൊക്കെ പറയാം. ഓക്കെ, അവർക്കത് കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഐ തിങ്ക് അവിടുത്തെ ആ നെഗറ്റീവ് അവർ വേണം വെച്ച് ഇഗ്നോർ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അവർ കണ്ടില്ല എന്ന് നടിക്കുന്നതാവാം. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്തായാലും, എനിക്ക് എൻ്റെ ഇതാണ്, വിധിച്ചതാണ്, എൻ്റെ വന്നതാണ് എൻ്റെ ലൈഫിൽ എന്നുള്ള ഒരു തോന്നലായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ഒന്നുകൂടിയാണ് ഫീലിങ്സ് കുറച്ചുകൂടെ എന്താ നോക്കട്ടെ. ഇവിടെ നിങ്ങളുമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് വിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇതിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനെ ഒന്നുകൂടി ബെറ്റർ ആക്കി എടുക്കണം എന്ന രീതിക്കാണ് അവരെ മനസ്സിൽ. അവർ ആക്ച്വലി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ വളരെ ഹാപ്പിയാണ്, പോസിറ്റീവാണ്. ഇവിടെ സൺ കാർഡാണ്. സോ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, പക്ഷേ തടസ്സം അവർ ആ മാരേജ് ഫാമിലി എന്നുള്ള രീതിയിലുള്ള തടസ്സങ്ങളാണ് കാണുന്നത്. സോ ഇവിടെ രണ്ട് സിറ്റുവേഷനും തമ്മിൽ കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ ആരോടാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഈ ഭാഗത്തേക്കാണ്. ഓക്കെ, നിങ്ങളോടാണ് എന്ന് വേണം പറയാൻ. കാരണം ഇവിടെ ഈ ഡെവിൾ ഫസ്റ്റ് വന്ന തന്നെ അതിൽ തന്നെ നമ്മൾ അവിടെ എല്ലാം നെഗറ്റീവ് ആയി കഴിഞ്ഞു. എന്ത് തന്നെ അവിടെ ചെയ്താലും, അവിടെ എങ്ങനെയൊക്കെ അവർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ശരി, ഒരു ഡെവിൾ അവിടെ എനർജി ഉണ്ടെങ്കിൽ തന്നെ അത് നെഗറ്റീവാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിനെ മയക്കി വെച്ചതാവാം ചിലവർ, ഞാൻ അങ്ങനെയും പറയുന്നു. ഓക്കെ, ചിലവർക്ക് അങ്ങനത്തെ പോസിബിലിറ്റി കൂടി ഉണ്ട്. ഡെവിൾ കാർഡ് അത്രയും നെഗറ്റീവാണ്, അത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. സോ ആ റിലേഷൻഷിപ്പിൽ അവരങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർ സോൾമേറ്റ്സ് ആണ്. ഏതോ പാസ്റ്റ് ലൈഫിൻ്റെ അവരെ കണക്ഷൻ കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർ കർമ്മ തീരാനുണ്ട് അവിടെ. ഓക്കെ, ആ കർമ്മ തീരുന്ന ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് നമ്മൾ കർമ്മയുടെ പറയാറുണ്ട്. സോ അവിടെ എന്തോ ഒരു കർമ്മയാണ്. ആ കർമ്മ കൊണ്ടാണ് ഇപ്പോൾ അവർ ഈ ജന്മത്തിൽ അവർ ഒന്നിച്ചായിട്ടുള്ളത്. അപ്പോൾ അതവർ തീരുമ്പോഴേ ചിലപ്പോൾ അത് ആ റിലേഷൻഷിപ്പ് എൻഡ് ആവാനോ, ഡെത്ത് കാർഡ് 1-2 തവണ കണ്ടു ഞാൻ. സോ മേ ബി ആ കർമ്മ തീരാനുണ്ട്. ആ കർമ്മ തീരുമ്പോൾ അവർ നിങ്ങളുമായിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടെ അടുക്കും എന്നെങ്കിലും പറയാം. ഓക്കെ, ഇപ്പോൾ മേ ബി അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പോൾ അവർക്ക് തന്നെ അറിയുന്നില്ല എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന്. നിങ്ങളോടും അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പക്ഷെ ഫാമിലി എന്ന രീതിയിലും അല്ലെങ്കിൽ അവിടെയും അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്ന രീതിയിലാണ്. പക്ഷെ ഡെവിൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പോണില്ല.
ഡെവിൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്കൊരു നല്ല കണക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതൊരു കാർമിക് കണക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് കൂടി ലേശം ഒന്ന് നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും മെസ്സേജ് കിട്ടുമെന്ന്. ആഹാ, യെസ് 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 യെസ്, ടൈം സ്പൈ. അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. രണ്ടും പറയാം. ഹെൽത്ത് ഉണ്ട് ഇവിടെ, ഞാൻ പറയാം കാർഡ്സ്. ആക്ച്വലി ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങളുടെ കാര്യത്തിലല്ല, എൻ്റെ മൈൻഡിൽ ഞാൻ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനെ കുറിച്ച് ആണ് ഞാൻ നോക്കിയത്. സോ ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഡിഗർ ആണ് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ആ തേർഡ് പാർട്ടി കൂടെയുള്ളത് എന്ന് പറയാം. ഓക്കെ, സോൾമേറ്റ് ആണ്, യെസ്, പക്ഷെ അത് കാർമിക് കൂടിയാണ്. അവിടെ ചില ലെസൺ നിങ്ങളുടെ പേഴ്സണിന് കിട്ടാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അവർക്ക് വേണ്ടത് അവിടെ മണി മാത്രമാണ്. ആ കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു പേഴ്സണിന് കൊടുക്കുന്ന മണിയും കാര്യങ്ങളും, അവർ കൊടുക്കുന്ന സ്നേഹവും അറ്റാച്ച്മെൻറ്റും, അതിൽ നിന്നൊക്കെ ബെനിഫിറ്റാണ് അവരെടുക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ തേർഡ് പാർട്ടി ശ്രമിക്കുന്നത്. ഓക്കെ, ഗിവ് ഇറ്റ് ടൈം എന്ന് പറയുന്നുണ്ട്. എവറിത്തിങ് ഇൻ ഡിവൈൻ ടൈമിങ്, ലെറ്റ് തിങ്സ് ഫ്ലോ. ഇപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തൽക്കാലം ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു അവർ ആ കർമ്മ അനുഭവിക്കാനുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഈ തേർഡ് പാർട്ടി അവരുടെ കയ്യിൽ നിന്ന് പണത്തിന് വേണ്ടി നിൽക്കുന്നത് അവരൊരിക്കലും മനസ്സിലാക്കും. ഓക്കെ, അത് മനസ്സിലാക്കാനുണ്ട്, അവർ ചില ലെസൺ അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് സമയം നിങ്ങൾ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങളതിൽ ഇടപെടാൻ പോകണ്ട, നിങ്ങളതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പോകണ്ട, നിങ്ങളൊന്നും ചോദിക്കേണ്ട, ഒന്നും പറയണ്ട. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല ഇത്. അത് ആ പേഴ്സൺ തിരിച്ചറിയാൻ ചില കാര്യങ്ങളുണ്ട്. സ്പൈ എന്ന് കാണുന്നുണ്ട്. someone's got their eye on you, you are doing your research. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ലൈക്ക് തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ, എനിക്ക് അങ്ങനെയും തോന്നി. അല്ലെങ്കിൽ നിങ്ങൾ കുറെ കൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ കാര്യങ്ങളെല്ലാം എന്താണ് അവിടെ നടക്കുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് യു വിൽ ബി ട്രാവലിംഗ് സൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിലാണ്. ഇത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കൂടി ഒരു ട്രാവൽ എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണും കൂടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് കാരണം അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ തമ്മിൽ ഒരു യാത്ര വരാനോ എവിടെയെങ്കിലും പോകാനോ വെക്കേഷനോ എന്തെങ്കിലും യാത്ര അങ്ങനെയൊക്കെ പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് ആയിരിക്കും, നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത എന്ന് പറയാം. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് കൂടെ അറൈസ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിനെ ആലോചിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കാനുള്ള സാധ്യതയാണ്, ശ്രദ്ധിക്കാം. ഓക്കെ, മൂവ് ഓൺ എന്നുണ്ട്. സമ്മൺ ഇസ് അൺഅവൈലബിൾ, വേസ്റ്റ് ഓഫ് ടൈം, ഇറ്റ്സ് ഓവർ. ഓക്കെ, ചിലവർക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മറ്റേ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനിക്കുക. അവിടെ അവർ ഇമോഷണലി അൺഅവൈലബിൾ എന്ന് പറഞ്ഞാൽ അവർ ഫുള്ളി നിങ്ങളോട് കമ്മിറ്റഡ് അല്ല, അതാണ് സംഭവം. എനിക്ക് അവർ ഫുള്ളി നിങ്ങളോട് കമ്മിറ്റഡ് അല്ല. അപ്പോൾ അവർ തേർഡ് പാർട്ടിയിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത്രയും അവിടെ എഫേർട്ട് ഇടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ അവിടെ നിങ്ങളോട് അവർ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് ഉണ്ടാവില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയി എന്ന് വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുക, നിങ്ങൾക്ക് ഇതിലിങ്ങനെ നിൽക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ആൻഡ് ഞാൻ പറഞ്ഞു അവരെ കർമ്മയാണത്. സോ ആ കർമ്മ ഫേറ്റ് തീരാൻ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ വേണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം എന്നാണ്. ആൻഡ് എർത്ത് സൈൻ ആണ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത് ഐ തിങ്ക് പലപ്പോഴും വരാറുണ്ട്. ടോറസ് ഐ തിങ്ക് അറൗണ്ട് ഏപ്രിൽ ആ ടൈമിൻ്റെ ആണ് മന്ത് നിങ്ങളുടെ ബർത്ത് മന്ത്, സോറി നിങ്ങളുടെ എല്ലാ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത് മന്ത് ടോറസ് ആവാം, വെർഗോ ആവാം, കാപ്രിക്കോൺ ആവാം. ഓക്കെ, കാപ്രിക്കോണ് ജാനുവരിയിലാണ്, ടോറസ് അറൗണ്ട് ഏപ്രിൽ സമയത്താണ്, വെർഗോ അഗെയിൻ ഞാൻ എപ്പോഴും മറക്കും ഇത്. ഓക്കെ, ലവ് സ്പെല്ല് പറയുന്നുണ്ട്. ഞാൻ ഇതാണ് നേരത്തെ പറഞ്ഞ ഡെവിൾ കാർഡിൻ്റെ കാര്യം. എനിക്ക് നല്ല സ്ട്രോങ് ഫീലിംഗ് വന്നത് യു ഹാവ് ബീൻ ബിവിച്ച്ഡ് എന്ന് പറയുന്നത് ഇത് നിങ്ങളെയല്ല. ഇതെനിക്ക് ഞാൻ നേരത്തെ ആ ഡെവിൾ കാർഡ് കണ്ടത് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണിനെ തേർഡ് പാർട്ടി ഒരു വശത്താക്കി വെച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയണം. എനിക്ക് തോന്നിയത് നിങ്ങളുടെ പേഴ്സണിനെ മയക്കി വെച്ചിരിക്കുക തന്നെയാണ്. ചിലവർ സ്പെൽസ് യൂസ് ചെയ്തിട്ടുണ്ടാവാം, ചിലവർ വലുതും
കൊടുത്തിട്ട് എന്തെങ്കിലും എന്ത് തരത്തിലായാലും ശരി, എങ്ങനെയായാലും ശരി, സെക്ഷുവലി എങ്ങനെയായാലും ശരി, നിങ്ങളുടെ പേഴ്സണിനെ അവർ അഡിക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ പേഴ്സണിനെ കണ്ണ് കാണുന്നില്ല, അവർക്ക് കണ്ണിൻ്റെ മുമ്പിൽ ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല. ഗോൾഡ് ഡിഗർ എന്ന് ആദ്യം തന്നെ കണ്ടു അല്ലേ? നിങ്ങളുടെ തേർഡ് പാർട്ടി ഇവരെടുത്ത് നിന്ന് പണമാണ് ആഗ്രഹിക്കുന്നത് എന്ന രീതിയിലാണ്, അതിന് വേണ്ടിയിട്ടാണ് കൂടെ ഉള്ളതെന്നാണ്. അതൊന്നും പക്ഷെ ആ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അത് അവർ മനസ്സിലാക്കാനുണ്ട്. ആ സമയം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വെയിറ്റ് ചെയ്യാം, പക്ഷെ അത് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. പേഴ്സൻ്റെ ഫീലിങ്സ് ചോദിച്ചാൽ 2 പേരോടും ഉണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പറയാനുള്ള എന്താ അറിയോ, അവർക്ക് ഒരു അറിയുന്നതിനില്ല അവരെന്താ ചെയ്യുന്നതെന്ന്, എന്തിലാ പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ സംഭവം എന്നുള്ളത് അവർക്ക് ക്ലിയറേ അല്ല. പിന്നെ എങ്ങനെയാണ് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുക അല്ലേ? സോ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ വേണ്ടേ, നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇമോഷണലി അവർ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ അവർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അവർ വരും പോവുകയും ചെയ്യും, കാരണം അവർക്ക് അവിടുന്ന് വിട്ടുമാറാനൊട്ട് ഫുള്ളായിട്ട് പറ്റുന്നുമില്ല. സോ അവർ വരും പോവുകയും ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. ഓക്കെ, എന്തായാലും പോസിറ്റീവായിട്ട് ഇരിക്കുക, കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കുറേ കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു പേഴ്സൺ വേണോ നിങ്ങളുടെ ലൈഫിൽ, അതോ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വേണോ, അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് തുടങ്ങാം. ഓക്കെ, എനിവേ എന്തായാലും നന്നായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, നല്ലത് വരാൻ പ്രാർത്ഥിക്കാം. എന്തെങ്കിലും കർമ്മകൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിലും അതും ഒക്കെ ഒന്ന് തീർന്നു പോകാൻ പ്രാർത്ഥിക്കാം, ഫോർഗീവ്നെസ് ഒക്കെ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.